അങ്ങനെ ലക്ഷക്കണക്കിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെല്ലാവരും നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ISLന്റെ 11ാമത്തെ സീസണിലെ ആദ്യ എവേ മത്സരം ഇന്നലെ അവസാനിച്ചു കഴിഞ്ഞു. ഡ്യൂറന്റ് കപ്പ് ജേതാക്കളായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ എവേ മത്സരത്തിലെ എതിരാളികൾ. ഏതായാലും മത്സരം 1-1 എന്ന സ്കോറിൽ സമനിലയോട് കൂടിയാണ് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമനിലയിലൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊന്നും വിഷമിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ അഡ്രിയാൻ ലൂണ ഇന്നലെ കളിക്കളത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഏതായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് CK ടോക്ക് സ്പോർട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എവേ മത്സരം ഇന്നലെ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഫോർമേഷൻ തന്നെയാണ്. സാധാരണത്തെ പോലെ തന്നെ 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയാണ് മിക്കായൽ സ്റ്റെയർ ഇന്നലത്തെ മത്സരത്തിലും കളിക്കളത്തിലേക്ക് പിള്ളേരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം എതിരാളികളായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC നോക്കുകയാണെങ്കിൽ 4-2-3-1 എന്ന ഫോർമേഷനിലായിരുന്നു അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ 11-ൽ മിക്കായൽ സ്റ്റെയറെ ഒരു മാറ്റവും കൂടാതെ തന്നെയാണ് പിള്ളേരെ കളിക്കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും മത്സരത്തിന്റെ ആദ്യ ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ മത്സരം തുടങ്ങിയ ഉടൻ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്സിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇടക്കും തലക്കും ഒക്കെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ താരങ്ങളെയും പെർഫോമൻസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം തന്നെ പറയാനുള്ളത് ഗോൾ പോസ്റ്റിലെ സച്ചിൻ സുരേഷിനെ കുറിച്ചാണ്. സച്ചിൻ സുരേഷിന് ഇന്നലെ വലിയ രീതിയിലുള്ള പണിയൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡ് നിരയിലേക്ക് എത്തുമ്പോൾ പ്രീതം കോട്ടാലും സന്ദീപ് സിംഗും ഇടപെട്ടുകൊണ്ട് ആ ഒരു ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പറയാനുള്ളത് പ്രീതം കോട്ടാലിനെ കുറിച്ചും സന്ദീപ് സിംഗിനെയും കുറിച്ച് തന്നെയാണ്. ഇരുവരും എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് എല്ലാ കാലവും പ്രയോജനപ്പെടുന്ന ഒരു ഡിഫൻഡേഴ്സ് തന്നെയാണ്. ഇരു താരങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രേറ്റ് ഡിഫെൻഡിങ്ങും കൂടാതെ തന്നെ ഒരു കുറെ അടിപൊളിയായിട്ടുള്ള ത്രൂ പാസുകളും ക്രോസുകളും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഡാനിഷ് ഫാറൂഖിനെ കുറിച്ചാണ്. ഡാനിഷ് ഫാറൂഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താരം ഇന്നലത്തെ മത്സരത്തിൽ എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടന്നു പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ താരത്തിന് ഇപ്പോഴും താരം കളിക്കുന്ന പൊസിഷൻ കൺഫേം ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മിഡായി കളിക്കുന്ന താരം ഇവിടെ ഫോർവേഡ് പൊസിഷനിൽ ഗോൾ അടിക്കാൻ എത്തുന്ന ഒരുപാട് തവണ കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ താരത്തെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. താരം പണ്ടൊരു സ്ട്രൈക്കർ ആയിരുന്നു. അതിൻ്റെ എല്ലാ ഒരു അപാകതകളൊക്കെ താരത്തിൻ്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആവും. പക്ഷേ താരത്തിൽ നിന്നും എന്തോ ഒന്ന് മിസ്സിംഗ് ആണ് എന്നാണ് എനിക്ക് ഇതിൽ താരത്തിന്റെ പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഡിഫൻസിലെ മിലോസിനെ നോക്കുകയാണെങ്കിൽ മിലോസിന്റെ സാധാരണത്തെ പ്രകടനമൊന്നും ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നിറം മങ്ങിയ കളി തന്നെയാണ് മിലോസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നവോച്ച സിംഗിനെ നോക്കുകയാണെങ്കിൽ നവോച്ച സിംഗിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഡിഫെൻഡിങ്ങും കൂടാതെ തന്നെ താരത്തിന്റെ ഭാഗത്തുള്ള സോളോ റണ്ണുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 2-3 തവണ ആ ഒരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഗോൾ പോസ്റ്റിലേക്ക് താരം ബോളും കൊണ്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു നവോച്ച സിംഗ് എന്നുള്ളത്. ഇനി ജീസസ് ഡിമിനിസിനെ നോക്കുകയാണെങ്കിൽ താരം ദിമിയുടെ അത്ര പോരാ എന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നോഹ സദോയി ഒരുപാട് ത്രൂ പാസുകൾ കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടതാണ്. പക്ഷേ ഗോൾ പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ നോഹ സദോയുടെ ഒപ്പം ഓടി എത്തുവാൻ വേണ്ടി ജീസസ് ഡിമിനിസിന് സാധിക്കുന്നില്ല. ജീസസ് ഡിമിനിസ് എവിടെയോ ആണ് ഉള്ളത്. ആ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഡാനിഷ് ഫാറൂഖ് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ജീസസ് ഡിമിനിസിന് എന്തായിട്ടും ടീമംഗങ്ങളുമായിട്ട് ഒരു കോമ്പറ്റേറ്റ് ചെയ്ത് കളിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീസസ് ഇന്നലെ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രാഹുൽ KPയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് രാഹുൽ KP എന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഒരു നിറം മങ്ങിയ കളിയാണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒരുപാട് തരത്തിലുള്ള അറ്റംപ്റ്റുകൾ രാഹുൽ KPയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി നോഹ സദോയിയെ കുറിച്ചാണ് പറയാനുള്ളത്. താരം ഇന്നലെ വെൽ പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. താരത്തിന്റെ മത്സരം കണ്ടാൽ നമുക്കറിയാം ആദ്യ പകുതിയിൽ താരങ്ങളെ കൊണ്ട് അഥവാ സഹതാരങ്ങളെ കൊണ്ട് ഗോൾ
ഗോൾ അടിപ്പിക്കാൻ നോഹ ശ്രമിക്കും. പക്ഷേ ഗോൾ അടിക്കാനാവില്ല എന്ന് കണ്ടാൽ സെക്കൻഡ് ഹാഫിൽ നോഹ തന്നെ ഇറങ്ങി തിരിച്ച് ഗോൾ അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു നോഹയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാം പകുതിയിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് ഐമൻ്റെ പ്രകടനം ഒരു ഉജ്ജ്വല പ്രകടനം തന്നെയാണ്. ഒരുപാട് ചാൻസുകളും താരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോളിൻ്റെ വക്കത്ത് വരെ എത്തിയിട്ട് താരത്തിന് ഗോൾ അടിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും വെൽ പ്ലേ. ഏതായാലും ഹോർമി പമ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ താരം രണ്ടാം പകുതിയിൽ സന്ദീപ് സിംഗിന് പകരക്കാരനായിക്കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ബാക്കായി കളിക്കുന്ന താരത്തിന് നിന്നും 2-3 തവണ നമുക്ക് ടാർഗറ്റ് ഷോട്ടുകളും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഹോർമി പാം ഒരു വെൽ പ്ലേ ആയി വരുന്നുണ്ട്. ഇനി പറയാനുള്ളത് ലൂണയെ കുറിച്ചാണ്. ലൂണയെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം, ലക്ഷക്കണക്കിന് ആരാധകർ ഇന്നത്തെ മത്സരത്തിൽ കാത്തിരുന്നതാണ് ലൂണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതും കാത്ത്. ഏതായാലും ലൂണ ഇറങ്ങിയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഒരു വൺ ടച്ച് പാസിന്റെ ഒരുപാട് ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഒരുപാട് ചാൻസുകളും ലൂണ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ലൂണ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ തിളങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായ കുറച്ച് മിസ്റ്റേക്കുകളാണ്. അതിനു മുമ്പായി എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഒരു നിറം മങ്ങാത്ത സപ്പോർട്ട് ഇനി മുമ്പോട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിസ്റ്റേക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് മത്സരത്തിന്റെ 32ാമത്തെ മിനിറ്റിൽ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിനകത്ത് 4 പ്ലേയേഴ്സ് ഉണ്ട്. ആ ഒരു 4 പ്ലേയേഴ്സിന്റെ ഇടയിലൂടെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC നല്ല രീതിയിൽ തന്നെ ഒരു പാസ് നൽകുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ താരം അത് ഗോളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് പുറത്തേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ഇതിലെ മിസ്റ്റേക്ക് എടുത്തു പറയേണ്ടതുള്ളത് ആ ഒരു 4 താരങ്ങളുടെ ഇടയിലൂടെ എങ്ങനെ പന്ത് പോയി എന്നും ആ ഒരു പന്ത് ടേക്ക് ചെയ്ത താരത്തെ എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുമാണ്. ഏതായാലും ഇവിടെ ഒരു നോ മാർക്കായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് മത്സരത്തിന്റെ 44ാമത്തെ മിനിറ്റിലാണ്. ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ഒരു ക്രോസ് വരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്തേക്ക്. ഒരു താരം ഹെഡ് ചെയ്യുന്നു. പക്ഷേ അവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിനകത്ത് അപ്പോഴേക്കും 2 താരങ്ങളാണ് ബാക്കിലൂടെ പ്രവേശിച്ചിട്ടുള്ളത്. ഒരു താരവും പോലും ആ 2 താരങ്ങളെ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതിനുശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ ആ ഒരു താരം ഒരു ഉഗ്രൻ ഷോട്ട് എടുക്കുന്നു. പക്ഷേ ഒരു തലനാരിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് അവിടെ രക്ഷപ്പെട്ടു പോകുന്നത്. ഇവിടെയും ഒരു നോ മാർക്കിംഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിര കാണാതെ തന്നെ ഡിഫൻസ് പൊട്ടിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിനകത്തേക്ക് കയറുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ചാൻസ് ക്രിയേഷനുകളാണ്. ഏതായാലും നമുക്ക് ആ ചാൻസ് ക്രിയേഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ചാൻസ് ക്രിയേഷൻ എന്നുള്ളത് മത്സരത്തിന്റെ 3ാമത്തെ മിനിറ്റിൽ തന്നെയാണ്. ഏതായാലും മത്സരത്തിന്റെ 3ാമത്തെ മിനിറ്റിൽ തന്നെ ഡാനിഷ് ഫാറൂഖിൽ നിന്നും റൈറ്റ് വിങ്ങിൽ നിന്നും ലെഫ്റ്റ് വിങ്ങിലുള്ള നോഹ സദോയിലേക്ക് ഒരു ഉഗ്രൻ ക്രോസ് എത്തുകയാണ്. നോഹ സദോയി ആണെങ്കിൽ ആ ഒരു ബോൾ നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ ഒരു താരത്തെ ബീറ്റ് ചെയ്യുന്നു. എന്നിട്ട് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എതിർക്കുന്നു. പക്ഷേ അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ കീപ്പർ കയ്യിൽ ഒതുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബെസ്റ്റ് ക്രിയേഷൻ തന്നെയാണ് ഇത്. ഇനി അടുത്തൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ 24ാമത്തെ മിനിറ്റിലായിരുന്നു. റൈറ്റ് വിങ്ങിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ താരമായ ഡാനിഷ് ഫാറൂഖ് മൊറോക്കൻ സ്ട്രൈക്കർ നോഹ സദോയിലേക്ക് ഒരു പാസ് നൽകുകയാണ്. നോഹ സദോയി ആണെങ്കിൽ ആ ഒരു ബോൾ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തതിനു ശേഷം അവരുടെ പോസ്റ്റിനകത്തേക്ക് കയറിക്കൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ ക്രോസ് ബാറിന് മുകളിലൂടെ ആ ഒരു ബോൾ പോകുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഗ്രേറ്റ് പാസ്, ഗ്രേറ്റ് ടച്ചിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാവുന്നതാണ്. ഇനി അടുത്തത് മത്സരത്തിന്റെ 49ാമത്തെ മിനിറ്റിലാണ്. പെപ്ര നേടിയെടുത്ത ആ ഒരു ഫ്രീ കിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മൊറോക്കൻ സ്ട്രൈക്കർ നോഹ സദോയി ടേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. നോഹ സദോയി ഒരു ഉഗ്രൻ ക്രോസ് ആക്കി മാറ്റുന്നു. അത് ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ജീസസ് ഹെഡ് കുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ നടന്നിട്ടില്ല. റീബൗണ്ട് ബോൾ നേരെ രാഹുൽ KP വരുന്നു. രാഹുൽ KP ആണെങ്കിൽ ഒരു ഷോട്ട് തീർക്കുന്നു. പക്ഷെ അത് കീപ്പറുടെ കയ്യിലുമായി തീരുന്നു. ഏതായാലും ഇതൊരു ബെസ്റ്റ് ക്രിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. നോഹ സദോയിയുടെ ഒരു ക്രോസ് ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്നുള്ളത്. ഇനി അടുത്തൊരു ചാൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ 90ാമത്തെ മിനിറ്റിലായിരുന്നു. ഏതായാലും മധ്യനിരയിൽ നിന്നും വിപിൻ മോഹനന്റെ ഒരു ത്രൂ പാസ് അഥവാ ഒരു ഗ്രൗണ്ട് പാസ് നേരെ വന്ന് ചേരുന്നത് മുഹമ്മദ് ഐമനിലേക്കാണ്. മുഹമ്മദ് ഐമൻ ആണെങ്കിൽ കീപ്പറെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ താരത്തിൽ നിന്ന് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ സബാക്ക എന്ന ആ ഒരു ഡിഫൻഡർ അവിടെ ആ ഒരു ബോൾ ബ്ലോക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്നലെ 2-1 എന്ന സ്കോറിൽ ജയിക്കുമായിരുന്നു. ഏതായാലും എനിവേ ആ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിന് താരത്തിന് ആക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്തതായി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നേടിയ ഒരു ഗോൾ തന്നെയാണ്. ഏതായാലും നോഹ സദോയിലേക്ക് മുഹമ്മദ് ഐമനിൽ നിന്നും ഒരു അടിപൊളി ക്രോസ് എത്തുകയാണ്. നോഹ സദോയി ആണെങ്കിൽ ആ ഒരു ബോൾ പിടിച്ചതിന് ശേഷം റൈറ്റ് വിങ്ങിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പോസ്റ്റിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ 3 താരങ്ങൾ അവിടെ നോഹ സദോയെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കും നോഹ സദോയി ഇത് ഗോൾ അടിക്കുമോ അല്ലെങ്കിൽ ആ ഒരു ഡിഫൻഡിന്റെ മേലെ തട്ടി അത് പോകുമോ എന്നൊക്കെ.
പക്ഷേ ആ ഒരു 3 താരങ്ങളുടെ ഇടയിലൂടെ ഒരു അടിപൊളി ഷോട്ടാക്കി ഉതിർത്തുകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതും ബോക്സിന് വെളിയിൽ നിന്നാണ് നോഹ സദോയ് ആ ഒരു ഗോൾ അടിച്ചത് എന്നുള്ളതാണ് ആ ഒരു ഗോളിൻ്റെ ഹൈലൈറ്റ് എന്നുള്ളത്. ഏതായാലും നോഹ സദോയ് വെൽ പ്ലേ, മാൻ ഓഫ് ദി മാച്ച് ആയി. എന്താ പറയുക, ഈ ഒരു മുതലിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സിന് എല്ലാ കാലവും സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് ഒരു കപ്പ് നേടിക്കൊടുക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ താരങ്ങളെ കുറിച്ച്, പെർഫോമൻസിനെ കുറിച്ചും അനലൈസ് ചെയ്തു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ മിസ്റ്റേക്കുകളെ കുറിച്ച് അനലൈസ് ചെയ്തു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായ ചാൻസുകളെ കുറിച്ച് അനലൈസ് ചെയ്തു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഗോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. ഏതായാലും ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും കൂടെ തന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ഈ ഒരു അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളായി കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അനാലിസിസ് ഡീകോഡിംഗ് വീഡിയോയുമായി വീണ്ടും ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.